നമ്മുടെ SSCയുടെ phase 12ന്റെ ഒരു പ്രോബ്ലം ആണ്. ഈ പ്രോബ്ലം വളരെ ഈസി ആയിട്ട് മിനിമം സ്റ്റെപ്പിൽ നമുക്ക് ചെയ്യാൻ പറ്റും. എങ്ങനെയാണെന്ന് നോക്കാം. 2 articles were sold at 3000 rupees. അപ്പോൾ സെല്ലിംഗ് പ്രൈസ് എത്രയാണ് തന്നിട്ടുണ്ട്? 3000 തന്നിട്ടുണ്ട്. രണ്ടിന്റെ 3000 തന്നെയാണ്. അപ്പൊ SP എന്താണ്? സെയിം ആണ്. SP സെയിം ആണ്. ആ ഒരു ഡാറ്റ മാത്രം മനസ്സിലാക്കിയാൽ മതി. വിത്ത് നോ ലോസ് നോ ആൻഡ് പ്രോഫിറ്റ്. അപ്പൊ പ്രോഫിറ്റും ഇല്ല ലോസും ഇല്ല എൻറ്റയർ ട്രാൻസാക്ഷന്. ഒരെണ്ണം 25% പ്രോഫിറ്റിലാണ് വിറ്റിട്ടുള്ളത്. 25% എന്ന് പറഞ്ഞാൽ 1/4 റേഷ്യോ നമ്മൾ പഠിച്ചു വെക്കണം. 25%. അപ്പോ CP SP ഈ 4 എന്താണ്? CP ആണ്. 25% പ്രോഫിറ്റോട് കൂടി ചെയ്യുമ്പോൾ SP എന്താവും? 5 ആവും. ഇനി രണ്ടാമത്തെ ആർട്ടിക്കിളിന്റെയും സെല്ലിംഗ് പ്രൈസ് എന്താണ്? 5 തന്നെയാണ്. കാരണം സെല്ലിംഗ് പ്രൈസ് സെയിം ആണ്. അപ്പൊ ഇവിടെ എത്ര പ്രോഫിറ്റ് ഉണ്ടായിട്ടുണ്ട്? +1 പ്രോഫിറ്റ് ഉണ്ടായിട്ടുണ്ട്. ഇനി നെറ്റ് എഫക്റ്റ് 0 ആവണം. എൻറ്റയർ ട്രാൻസാക്ഷൻ പ്രോഫിറ്റോ ലോസോ ഇല്ല എന്ന് പറയുമ്പോൾ ഈ +1 നെറ്റ് എഫക്റ്റ് എന്താവണം? -1 ആണെങ്കിലല്ലേ നെറ്റ് എഫക്റ്റ് 0 ആവുള്ളൂ. അപ്പൊ മൈനസ് ആയിരിക്കണം ഇവിടുത്തെ നെറ്റ് എഫക്റ്റ് വരേണ്ടത്. ഇപ്പൊ ഇവിടെ 5 വരണം. ഏതോ ഒരു നമ്പറിൽ നിന്ന് 1 കുറച്ചപ്പോ 5 കിട്ടി. അപ്പൊ ആ നമ്പർ എത്രയായിരിക്കും? 6 ആയിരിക്കും. CP 6ഉം ലോസ് 1ഉം. നമുക്കപ്പോ എന്ത് കിട്ടി? ലോസ് പെർസെൻറ്റേജ് കാണാൻ ലോസ് ബൈ CP 1/6 എന്ന് പറഞ്ഞ എത്രയാ? 16.66 അല്ലെങ്കിൽ 16.2/3. നമ്മുടെ ഓപ്ഷൻ ഏതാ? C ആണ്. അപ്പൊ ഇതിന് ഒരിക്കലും ഈ 3000 ഒന്നും നമുക്ക് യൂസ് ചെയ്യണ്ട. വിത്തിൻ സെക്കൻഡ്സ് നമുക്ക് ചെയ്യാൻ പറ്റും. ഇതിപ്പോ നമ്മൾ എക്സാം ഹാളിലാണെങ്കിൽ എന്താ ചിന്തിക്കാൻ പോണേ? 4 5 5 എന്തായി? 6 1/6. ഈ ഒരു രീതിയിൽ നമുക്ക് ഈ പ്രോബ്ലം സിമ്പിളായി ചെയ്യാൻ പറ്റും.